നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ വെട്ടിലാക്കി മുൻ കരസേനാ മേധാവി ജനറൽ നരവനെയുടെ ഓർമ്മക്കുറിപ്പ്. അദ്ദേഹം എഴുതി പുറത്തിറങ്ങാനിരിക്കുന്ന പുസ്തകത്തിലെ വിവരങ്ങൾ കാരവൻ മാഗസീനിൽ വന്നത് ഇന്ന് ലോക്സഭയിൽ വലിയ ബഹളത്തിന് തിരികൊളുത്തി. ചൈനയുടെ കടന്നുകയറ്റവുമായി ബന്ധപ്പെട്ട് രാജ്നാഥ് സിംഗ് ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ന പരാമർശമാണ് ഭരണപക്ഷത്തെ വെട്ടിലാക്കിയത്. കുറിപ്പിലെ ചില ഭാഗങ്ങൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഭയിൽ വായിക്കാൻ തുടങ്ങിയതോടെ പ്രതിഷേധവുമായി ഭരണപക്ഷം രംഗത്ത് വന്നു. പ്രകാശിതമാകാത്ത പുസ്തകത്തിലെ കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇടപെട്ടു. താൻ ഒരു മാഗസീനിൽ വന്ന റിപ്പോർട്ടാണ് വായിക്കുന്നത് എന്ന് രാഹുൽ ആവർത്തിച്ചെങ്കിലും സ്പീക്കർ ഇതിന് അനുമതി നൽകിയില്ല. എങ്കിലും രാഹുൽ ഗാന്ധി പ്രസംഗം തുടരാൻ ശ്രമിച്ചു. രാഹുൽ ഗാന്ധിയുടെ മൈക്ക് പലതവണ ഓഫാക്കിയത് സഭയിൽ വൻ പ്രതിഷേധത്തിന് കാരണമായി. ഇതിനിടെ രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്തെത്തി. ഇതോടെ രാഹുൽ ഗാന്ധിയും രാജ്നാഥ് സിംഗും അമിത്ഷായും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് ലോക്സഭയിൽ നടന്നത്. ഭയമില്ലെങ്കിൽ രേഖ വായിക്കാൻ അനുവദിക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ബഹളത്തെ തുടർന്ന് 3 വരെ സഭ നിർത്തിവെച്ചു. അതേസമയം മുൻ കരസേനാ മേധാവിയുടെ ഓർമ്മക്കുറിപ്പിലെ പരാമർശങ്ങൾ കേന്ദ്ര സർക്കാരിനും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനും കൂടുതൽ തലവേദനയായി മാറുമെന്നാണ് സൂചന. ലോകത്തെ പിടിച്ചുലച്ച അമേരിക്കൻ ശതകോടീശ്വരൻ ജെഫ്രി എപ്സ്റ്റീന്റെ ലൈംഗിക അതിക്രമ പരമ്പരയിൽ ഒരു ഇന്ത്യൻ യുവതിയും ഇരയായതായി പുതിയ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട എപ്സ്റ്റീൻ ഫയലുകളിലാണ് നിർണായക സൂചനകൾ. എപ്സ്റ്റീന്റെ ഇരകൾക്കായി വാദിക്കുന്ന പ്രമുഖ അഭിഭാഷക ബ്രിട്ടാനി ഹെൻഡേഴ്സൺ 2020 ജനുവരിയിൽ അയച്ച ഇമെയിലാണ് ഇന്ത്യയിലുള്ള യുവതിയെക്കുറിച്ച് പരാമർശിക്കുന്നത്. പീഡനത്തിനിരയായവർക്ക് 6 സെഷൻ സൗജന്യ തെറാപ്പി നൽകുന്നതിനെ കുറിച്ച് സംസാരിക്കവെയാണ് നിലവിൽ ഇന്ത്യയിലുള്ള തന്റെ ക്ലയന്റിന് അവിടെ ചികിത്സ ലഭ്യമാണോ എന്ന് അവർ അന്വേഷിച്ചത്. പുറത്തുവന്ന രേഖകളിൽ മറ്റൊരു ഭാഗത്തും ഇന്ത്യൻ വനിതയെക്കുറിച്ച് പരാമർശമുണ്ട്. 2009 ഒരാൾ എപ്സ്റ്റീൻ അയച്ച ഇമെയിലിൽ ദുബായിൽ താമസിക്കുന്ന ഒരു സുന്ദരിയായ ഇന്ത്യൻ മോഡലിനെ കുറിച്ച് പറയുന്നുണ്ട്. മോഡലിന്റെ വീഡിയോ ലിങ്കും ഇമെയിലിനൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും നിലവിൽ അത് ലഭ്യമല്ല. അധികാരവും പണവും ഉപയോഗിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ വൻതോതിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധനായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ. ന്യൂയോർക്കിലെ ജയിലിൽ വിചാരണ കാത്തു കഴിയവേ 2019 ഓഗസ്റ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് പരാമർശിക്കപ്പെട്ടതിനെ അടിസ്ഥാനരഹിതമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരുന്നു. ട്രംപിന് വേണ്ടി മോദി ഇസ്രായേലിൽ സന്ദർശനം നടത്തിയെന്നായിരുന്നു പരാമർശം. തൃശൂർ മണ്ണുത്തി ഒല്ലൂക്കരയിൽ പ്രവർത്തിക്കുന്ന സത്യം ഐസ് ഫാക്ടറിയിൽ അമോണിയം വാതക ചോർച്ച ഒഴിവായത് വൻ ദുരന്തം. ഇന്ന് രാവിലെ 8:45 സംഭവം. അമോണിയം പൈപ്പിന്റെ വാൽവിനുണ്ടായ തകരാറാണ് ചോർച്ചയ്ക്കിടയായത്. സംഭവ സമയം ക്ലീനിംഗ് സ്റ്റാഫുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. വിവരമറിഞ്ഞ് തൃശൂരിൽ നിന്നും പുതുക്കാട് നിന്നും 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി വെള്ളമടിച്ച് നിർവീര്യമാക്കി. അപകടകാരിയായ അമോണിയം അലർജിക്കും മരണം വിതയ്ക്കാനും വരെ സാധ്യതയുള്ളതാണ്. 25,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കറിലാണ് അമോണിയം സംഭരിച്ചിരുന്നത്. ഫാക്ടറിക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ല എന്ന് ജില്ലാ ഫയർ ഓഫീസർ ബി വൈശാഖും കോർപ്പറേഷൻ സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കുമാറും പറഞ്ഞു. ഫാക്ടറിയിൽ ഓഡിറ്റിംഗ് നടത്താൻ നിർദ്ദേശിക്കുമെന്നും ബി വൈശാഖ് വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ PV അൻവർ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ബേപ്പൂർ MLA ആയി PV അൻവർ ബേപ്പൂരിൽ ജയിച്ചു വരുമെന്നും ഘടകകക്ഷികളുമായി ചർച്ച പുരോഗമിക്കുന്നുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അതേസമയം ബേപ്പൂരിൽ PV അൻവർ പ്രചാരണം തുടങ്ങിയിരുന്നു. മുസ്ലിം ലീഗ് നേതാവ് MC മൈൻ ഹാജി ഉൾപ്പെടെ മണ്ഡലത്തിലെ പ്രമുഖരെ അൻവർ നേരിട്ട് കണ്ട് പിന്തുണ തേടിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് ജാമ്യം. 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്ന് 2 കേസുകളിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചതോടെ സുധീഷ് കുമാറിന് ജാമ്യം ലഭിക്കുകയായിരുന്നു. അതേസമയം കേസിലെ മറ്റൊരു പ്രതിയായ ദേവസ്വം മുൻ കമ്മീഷണർ N വാസവനെ 14 ദിവസത്തേക്ക് വീണ്ടും റിമാൻഡ് ചെയ്തു. റിമാൻഡ് കാലാവധി അവസാനിച്ചതോടെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു. പുറക്കാട് യുവാവ് കടലിൽ ചാടി മരിച്ചു. ചെങ്ങന്നൂർ വെൺമണി സ്വദേശി ഉജ്ജ്വലാണ് മരിച്ചത്. യുവാവിന്റെ കൂടെ എത്തിയ പെൺകുട്ടിയെ കാണാനില്ല. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. 10:30 മത്സ്യത്തൊഴിലാളികളാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. യുവാവിന്റെ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. രാവിലെ 8:30 ഉജ്ജ്വലും ഒരു പെൺകുട്ടിയും കൂടി സ്ഥലത്തെത്തിയതായും സമീപത്തുള്ള കടയിൽ കയറി സാധനങ്ങൾ വാങ്ങുന്നത് കണ്ടിരുന്നതായും നാട്ടുകാർ പറഞ്ഞു. സ്കൂട്ടറിലാണ് ഇരുവരും സ്ഥലത്തെത്തിയത്. സ്കൂട്ടറിൽ നിന്ന് ഓഫാക്കിയ നിലയിൽ ഉജ്ജ്വലിന്റെ ഫോൺ കണ്ടെത്തി. കോതമംഗലത്ത് BJP നേതാക്കൾ പണം തട്ടിയതായി പരാതി. മകനെ കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്തതായാണ് പരാതി. ഇതിൽ പ്രതിഷേധിച്ച് ചേലാട് സ്വദേശി ജോർജും കുടുംബവും BJP മണ്ഡലം ഓഫീസിന് മുന്നിൽ സമരം ആരംഭിച്ചു. കഴിഞ്ഞ വർഷമാണ് പരാതിക്കിടയായ സംഭവം. ജോർജിന്റെ മകന്റെ പേരിൽ ബാംഗ്ലൂരിലും കാസർഗോഡും കേസുകളുണ്ടായിരുന്നു. ഇതിൽ നിന്നെല്ലാം മകനെ ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞാണ് കോതമംഗലം BJP നേതാക്കളായ ഉണ്ണികൃഷ്ണൻ മാങ്ങോടും TS സുരേഷും ഇവരിൽ നിന്ന് പലപ്പോഴായി 10 ലക്ഷത്തിലധികം രൂപ വാങ്ങിയതായി പരാതിയുള്ളത്. അക്കൗണ്ട് വഴിയും നേരിട്ടും ഇവർ പണം വാങ്ങി. എന്നാൽ മകനെതിരെ ബാംഗ്ലൂർ പോലീസ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതോടെയാണ് കേസുകളിലൊന്നും ഒത്തുതീർപ്പാക്കിയിട്ടില്ലെന്ന് ജോർജും കുടുംബവും മനസ്സിലാക്കുന്നത്. ഇതോടെ 2 കേസുകളിലും പിഴ അടച്ച ശേഷമാണ് കേസ് ഒത്തുതീർപ്പാക്കിയത്. പിന്നാലെയാണ് BJP ഓഫീസിന് മുന്നിൽ സമരവുമായി കുടുംബം എത്തിയത്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു.
സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.